രഞ്ജിത്ത്, ഇപ്പോൾ ഈ 3 ലോഹഭാഗങ്ങൾ കണ്ടെത്തിയതിൽ എവിടെയാണ് ക്യാബിനുള്ളത് എന്നത് കണ്ടെത്താൻ അതിലേക്ക് തന്നെയാണ് ഈ പരിശോധനകൾ ഈ ഘട്ടത്തിൽ പോകുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഡൈവേഴ്സിന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണം. പിന്നീടാണ് അവരെങ്ങനെയാകും അവരുടെ അടുത്ത പ്ലാൻ ഓഫ് ആക്ഷൻ എന്നത് തീരുമാനിക്കേണ്ടത്. ഇക്കാര്യത്തിൽ അതായത് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഏതാണ്ട് 5ഓളം പുതിയ അപ്ഡേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ മണിക്കൂറുകളിൽ ലഭിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ നദിക്കടിയിൽ അത് ട്രക്ക് തന്നെയാണ് എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം അത് ശാസ്ത്രീയ പരിശോധനാ സംവിധാനത്തിലടക്കം കണ്ടെത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ഔദ്യോഗികമായി ഈ റെസ്ക്യൂ ടീം സ്ഥിരീകരിക്കുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാകട്ടെ, ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഡ്രോൺ പരിശോധനയുടെ ഐബോ ഡ്രോൺ പരിശോധനയുടെ വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് 3 പ്രധാനപ്പെട്ട സ്പോട്ടുകൾ അവർ സിഗ്നൽ റിസീവ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ റഡാർ സോണാർ പരിശോധനകളൊക്കെ ഇവർ കണ്ടെത്തിയ 3 സ്പോട്ടുകളാണ്. ആ 3 സ്പോട്ടുകളിൽ എവിടെയാണ് ക്യാബിൻ അർജുൻ കുടുങ്ങിയിട്ടുണ്ടാകും എന്ന് നമ്മൾ കരുതുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാബിൻ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തുകയാണ് ഈ ഡ്രോൺ പരിശോധനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ശേഷം അടുത്ത ഘട്ടം, അതായത് അടുത്ത രീതിയാണ് അത് തീരുമാനിക്കേണ്ടത് ജില്ലാ ഭരണകൂടവും റെസ്ക്യൂ ടീമും നേവി സംഘവും ഒക്കെയാണ്. നേവിയാണ് ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഡ്രോൺ പരിശോധന ഒരു വിവരം കൊടുത്താൽ പോലും നേവി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് തുടർ നിലപാടായിരിക്കും ഈ തിരച്ചിലിൽ ശ്രദ്ധേയമായി മാറുക. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുകയും ചെയ്യും. ഇനി നാലാമത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, ചില നിർണായക വിവരങ്ങൾ അത് ലഭിച്ചിട്ടുണ്ട്. അത് 6 മണിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട് പറയാം എന്ന് കാർവാർ MLAയും ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിശോധനയിൽ നമുക്ക് ഇതുവരെയുള്ള ഒരു ഓൾറൗണ്ട് കാര്യമെന്ന് പറയാൻ കഴിയുന്നത്, അതിൽ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ കണ്ടെത്തൽ നടപടികൾക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് പകരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ട്രക്ക് അവിടെ ഉണ്ട്. അതൊരു ട്രക്ക് തന്നെയാണ്. ലോഹ സാന്നിധ്യമെന്നോ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് പ്രസൻസോ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് അതൊരു ട്രക്കാണ് എന്നുള്ളത് ദൗത്യ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി ആ ട്രക്കിന്റെ ക്യാബിൻ എവിടെയാണ് അത് കണ്ടെത്തണം. കാരണം അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തുകയാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ആ റെസ്ക്യൂ ടീമിൽ നിന്ന് നമുക്കൊരു വിവരമായി ലഭിക്കുന്നുണ്ട്. ഏതായാലും അതാണ് നമുക്ക് ഒടുവിൽ പറയാൻ കഴിയുന്നത്. ഇപ്പോഴും ഡ്രോൺ പരിശോധന അവസാനിപ്പിച്ചിട്ടില്ല. ഡ്രോൺ പരിശോധന തുടരും. ഒരു സ്ട്രോങ് സിഗ്നൽ, ഒരു പ്രിസൈസ് ലൊക്കേഷൻ അത് കണ്ടെത്തുന്നത് വരെ ഡ്രോൺ പരിശോധന തുടരും. ആ പ്രിസൈസ് ലൊക്കേഷൻ ക്യാബിൻ്റേതാണ്. ക്യാബിൻ എവിടെ, ക്യാബിൻ ഏത് ഭാഗത്തെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത ഘട്ടം, അടുത്ത കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നേവി സംഘമാണ്. അവർ ഡീപ്പ് ഡൈവ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അനുജ, ഞാൻ മുൻപും പറഞ്ഞതുപോലെ തന്നെ ഒരു സാധാരണ ജലപ്പരപ്പിനടിയിൽ കിടക്കുന്നത് പോലെ അല്ല. മണ്ണ് അത്രയും ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതിനുമപ്പുറത്തേക്ക് ചെളിയുണ്ട്. അപ്പോൾ അവിടേക്ക് ഡീപ്പ് ഡൈവ് ചെയ്ത് പോകാനുള്ള വെല്ലുവിളികൾ, ആ ചലഞ്ചസ്, ഈ പ്രകൃതി ഒരുക്കുന്ന ചലഞ്ചിനപ്പുറത്തേക്ക് മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ, സാങ്കേതിക കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ സ്വന്തം ജീവൻ പണയം വെക്കുന്ന തരത്തിലേക്കുള്ള കാര്യമായി പോകും എന്നുള്ള ചില വിലയിരുത്തൽ അത് നേവിയെ സംബന്ധിച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിക്കുകയാണ്. പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും അവർ തുടർ നീക്കത്തിലേക്ക് കടക്കുക. ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ ശ്രീകാന്ത് ഒരു വിവരം അപ്ഡേറ്റ് ചെയ്യുന്നത് ദൗത്യ സംഘം 6 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ്. അപ്പോഴും നമുക്ക് ആ വിവരം കിട്ടും. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, നിർണായകമായിട്ടുള്ളൊരു സൂചന, അതൊരു കണ്ടെത്തൽ അത് നമ്മളിപ്പോൾ നൽകുന്നതാണ്. അതായത് നദിക്കടിയിൽ ട്രക്ക് തന്നെ എന്നുള്ള സ്ഥിരീകരണം അത് നടത്തിയിട്ടുണ്ട്. അത് അർജുൻ്റെ തന്നെ എന്നുള്ള കാര്യം അതും റെസ്ക്യൂ ടീമും ജില്ലാ ഭരണകൂടവും ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ആ ക്യാബിൻ എവിടെ എന്നുള്ള കാര്യം കണ്ടെത്തുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐബോർഡ് ഈ പരിശോധന, ഡ്രോൺ പരിശോധന നടക്കുന്നത്. ആ പരിശോധനയുടെ റിസൾട്ട് നമ്മളുടൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കാലാവസ്ഥ കുറച്ച് മോശമായി വരുന്നു എന്നിവിടുത്തെ കാർമേഘങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ മലകൾക്ക് മുകളിലേക്ക് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. പക്ഷേ മഴ പതിവ് പോലെ എല്ലാ ദിവസവും വൈകുന്നേരത്തോടടുക്കുമ്പോൾ മഴ പെയ്യാറുണ്ട്. അങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ അത് ഇന്നത്തെ തെരച്ചിലിന് വീണ്ടും തിരിച്ചടിയാകും.